Good morning to everyone. Welcome back to English Shine Academy. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുക. ഇപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു, അവൻക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഫോർമുലയുണ്ട്. അതാണ് ഫീൽ ലൈക്ക് പ്ലസ് ING ഫോം എന്ന് പറഞ്ഞാൽ, ഫീൽ ലൈക്ക് എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സ് അടങ്ങുന്ന ഈ ഒരു ഫ്രേസിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ചെയ്യാൻ തോന്നുന്നു, ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. ഇനി ഇതിൻ്റെ പാസ്റ്റ് ആണ് ഫെൽറ്റ് ലൈക്ക്, കാരണം ഫീലിൻ്റെ പാസ്റ്റ് ആണ് ഫെൽറ്റ്. ഫെൽറ്റ് ലൈക്ക് പ്ലസ് ING ഫോം. ഇങ്ങനെയാണെങ്കിലോ ഫെൽറ്റ് ലൈക്കിൻ്റെ കൂടെ ING ചേർക്കുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ അർത്ഥമായി ചെയ്യാൻ തോന്നിയിരുന്നു എന്നായി. എന്താണ്? ചെയ്യാൻ തോന്നിയിരുന്നു. ഇപ്പം ഞാൻ പറയാണ്, ഇന്നലെ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ തോന്നിയിരുന്നു. അങ്ങനെ തോന്നിയിരുന്നു പാസ്റ്റ് ആണെങ്കിലോ നമുക്ക് ഫീൽ ലൈക്കിന് പകരം ഫെൽറ്റ് ലൈക്ക് ഉപയോഗിക്കണം. ക്ലിയർ? നമുക്ക് ഓരോന്നും നോക്കാം. നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിളാണ്, എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നുണ്ട്. ഇത് പ്രസൻ്റ് ആണല്ലോ. പ്രസൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഫീൽ ലൈക്ക് ഉപയോഗിക്കും. നോക്കാം. എനിക്ക് ഫീൽ ലൈക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കേണ്ടത് എന്താണ്? ING ഫോമാണ്. കളിക്കുക എന്ന് പറയാം, പ്ലേ എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ കൂടെ ING വന്നിരിക്കണം. ഐ ഫീൽ ലൈക്ക് പ്ലേയിങ്. എനിക്ക് കളിക്കാൻ തോന്നുന്നു. എന്ത് കളിക്കാൻ തോന്നുന്നു? ക്രിക്കറ്റ്. അപ്പം ഞാനിവിടെ എഴുതി ക്രിക്കറ്റ്. എപ്പോഴാണ്? ഇന്ന് എന്താ പറയുക? ടുഡേ. അപ്പോൾ എന്തായി? ഐ ഫീൽ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ടുഡേ. എനിക്കിന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. ഇനി ഇതേ സെൻറ്റൻസിന് പകരം നമുക്ക് എന്ത് എഴുതാം? വോണ്ട് ടു ഉപയോഗിക്കാം. ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ്. ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് ടുഡേ. ഇന്ന് എനിക്ക് ക്രിക്കറ്റ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം ഇവിടെ നോക്കാം. ഇവിടെ വിൻഡ്. എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ? വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, അല്ലേ? കാറ്റല്ലേ? സോഫ്റ്റ് വിൻഡ്. കാറ്റ് സ്ലോ ആണെങ്കിലോ അത് നമ്മൾ പറയും ബ്രീസ് എന്ന് വിളിക്കും, അല്ലേ? നമ്മൾ ബ്രീസ് എന്ന് വിളിക്കും. അതുപോലെ കാറ്റ് കുറച്ച് സ്പീഡാണെങ്കിലോ സ്ട്രോങ് ആണെങ്കിലോ അപ്പോൾ നമ്മൾ പറയും അതിനെ സ്ട്രോങ് വിൻഡ് എന്ന് പറയും. എന്താണ്? സ്ട്രോങ് വിൻഡ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ബ്രീസിനെ പോലെയാണ്. എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ഫീലിങ്സ് നോർമലായിട്ട് നമുക്ക് തോന്നുക സോഫ്റ്റ് ഫീലിങ്സ് ആണ്. ഇപ്പോൾ ഞാൻ പറയാണ്, ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് ടുഡേ. ഞാൻ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഒരു സോഫ്റ്റ് അല്ല. ഇതെന്താണ്? സ്ട്രോങ് ആണ്. എന്താണ്? വോണ്ട് ടു എന്താണ്? സ്ട്രോങ് ആണ്. ഞാൻ പറയാണ്, ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് ടുഡേ. ഞാൻ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? അത് സ്ട്രോങ് ഫീലിംഗ് ആണ്. അതല്ല, നമ്മൾ വോണ്ടിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? ഫീൽ ലൈക്ക് ഉപയോഗിക്കുകയാണെങ്കിലോ ഐ ഫീൽ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ടുഡേ. ഇന്ന് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. ഇതെന്താണ്? ഇത് ബ്രീസിനെ പോലെയാണ്. സോഫ്റ്റ് ഫീലിങ്സ് ആണ്. എന്താണ്? സോഫ്റ്റ് ഫീലിംഗ്. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെയിൻ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസമാണ്, ചില സമയത്ത് നമുക്ക് ഫീൽ ലൈക്കിന് പകരം വോണ്ട് ടു ഉപയോഗിക്കാൻ കഴിയില്ല. അതെപ്പോഴും നോക്കാം. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. എന്ന് പറയാം, ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്, അല്ലേ? ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. ഇനി ഇതിന് പകരം നമുക്ക് വോണ്ട് ടു കഴിയുമോ? ഇങ്ങനെ ഐ വോണ്ട് ടു വൊമിറ്റ്. ആരെങ്കിലും ഛർദ്ദിക്കാൻ ആഗ്രഹിക്കോ? എനിക്ക് ഛർദ്ദിക്കാൻ എൻ്റെ ആഗ്രഹമാണ്, ഞാൻ ഛർദ്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഛർദ്ദിക്കാൻ ആഗ്രഹിക്കോ? ഇല്ലല്ലോ. അതുപോലെ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ് എന്ന് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഫീൽ ലൈക്കിന് പകരം എപ്പോഴും നമുക്ക് വോണ്ട് ടു എഴുതാൻ കഴിയില്ല. ഓക്കെ, 90% നമുക്ക് ഫീൽ ലൈക്കിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? വോണ്ട് ടു ഉപയോഗിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ലൈക്കിന് പകരം വോണ്ട് ടു ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഞങ്ങൾ പറയാം, എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു എന്ന് പറയാം, ഐ ഫീൽ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ടുഡേ. ഇനി എനിക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. എന്താണ് നെഗറ്റീവ് എഴുതുമ്പോൾ നമുക്ക് എന്താ ചേർക്കണമെന്ന് അറിയോ? ഡു, ഡസ് ആൻഡ് ഡിഡ്. എന്താണ്? ഡു, ഡസ് ആൻഡ് ഡിഡ്.
ഡിഡ് ഉപയോഗിക്കണം എന്താകുമ്പോൾ പാസ്റ്റ് ആകുമ്പോൾ, പ്രസന്റ് ആണെങ്കിലോ ഡു ഡസ് ഉപയോഗിക്കണം. ഓക്കെ, ഡു ഡസ്. ക്ലിയർ? അത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഴുതണം. എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഐ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്താ വരിക? ഡു ആണ് വരിക. ഐ ഡോണ്ട്, നെഗറ്റീവ് ആണല്ലോ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ing ഫോം പ്ലേയിങ്. എനിക്ക് കളിക്കാൻ തോന്നുന്നില്ല എന്ത്? ക്രിക്കറ്റ്. എപ്പോൾ? ടുഡേ, ഇന്ന്. അപ്പോൾ എന്തായി? ഇന്ന് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ടുഡേ. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. അതാണ് എനിക്കിപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. എനിക്കിപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. ഇവിടെ വോണ്ട് ടു ഉപയോഗിക്കരുത്, ഇവിടെ ഫീൽ ലൈക്ക് എന്ന് ഉപയോഗിക്കണം. അങ്ങനെ ഐ ഫീൽ ലൈക്ക്, ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്. ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ് ആണോ? ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ്. എനിക്ക് എന്താണ്? ഛർദ്ദിക്കാൻ തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ വേർഡിന് വേണ്ടി നമുക്ക് നൗ ചേർക്കാം, അല്ലെങ്കിൽ റൈറ്റ് നൗ. ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ് നൗ, അല്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക് വൊമിറ്റിംഗ് റൈറ്റ് നൗ, അല്ലെങ്കിൽ നൗവിന് പകരം റൈറ്റ് നൗ, നൗ, അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ്, എങ്ങനെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. ഇങ്ങനെ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വൊമിറ്റിംഗ് നൗ. ഐ ഡോണ്ട്, ഇവിടെ ഡോണ്ട് ചേർക്കുക. ഐ ഡോണ്ട് want to, I don't feel like vomiting now. അപ്പോൾ ഡു ഡസ് ഡിഡ് ഈ 3 വേർഡ് ചേർക്കേണ്ടത് നെഗറ്റീവ് എഴുതുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ ചോദിക്കണം. അപ്പോൾ നെഗറ്റീവ് എഴുതുമ്പോഴും അതുപോലെ ചോദ്യം ചോദിക്കുമ്പോഴും നമുക്ക് ഡു ഡസ് ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മൂന്നാമതാണ് അവൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നു. അവൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നു. അപ്പോൾ അവൾക്ക് എന്ന് പറയാം ഷീ ആയതുകൊണ്ട് ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് ഫീൽ ലൈക്ക് എഴുതാതെ ഫീൽസ് തേക്കാം. എങ്ങനെയാണ്? ഫീൽസ്. ഷീ ഫീൽസ് എസ് വരണം. ഓക്കെ, ഷീ ഫീൽസ് ലൈക്ക് പോവുക, ഗോ എന്ന് മാത്രം ഇതേപോലെ അതിൻ്റെ കൂടെ ing വന്നിരിക്കണം, ഗോയിങ്. അപ്പോൾ എന്തായി? ഷീ ഫീൽസ് ലൈക്ക് ഗോയിങ് ഹോം നൗ, ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പകരം നമുക്ക് എങ്ങനെ എഴുതാം? വോണ്ട് ടു ഉപയോഗിക്കാം. എങ്ങനെ? ഷീ വോണ്ട്സ് ടു ഗോ ഹോം. കണ്ടോ? ഷീ വോണ്ട്സ് ടു ഗോ ഹോം നൗ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് എഴുതണം? നെഗറ്റീവ് എഴുതണം. നെഗറ്റീവ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എടുക്കണം? ഡു ഡസ് അല്ലേ? ഡു ഡസ്. കാരണം ഈ ഒരു സെൻറ്റൻസ് പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ ഡു ഡസിൽ നിന്ന് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടത്? ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിന് കാരണം ഷീ സിംഗുലർ അല്ലേ? ഷീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡസ് ഉപയോഗിക്കും. ഡസൻറ്റ്. ഇതിൻ്റെ നെഗറ്റീവാണ് ഡസൻറ്റ്. ഓക്കെ, അപ്പോൾ ഡസൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എസ് ചേർക്കരുത്. കണ്ടോ? എസ് ചേർക്കാൻ പാടില്ല. ഓക്കെ, ഷീ ഡസൻറ്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഹോം നൗ. ഇപ്പോൾ അവൾക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല എന്നായി. ഷീ ഡസൻറ്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഹോം നൗ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് ഇന്ന് രാവിലെ എനിക്ക് പാർക്കിൽ ഫുട്ബോൾ കളിക്കാൻ തോന്നിയിരുന്നു. കണ്ടോ? തോന്നിയിരുന്നു ആയി. ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കും ഫെൽറ്റ് ലൈക്ക്. എന്താണ്? ഫെൽറ്റ് ലൈക്ക്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കല്ലേ ആയി. അത് കഴിഞ്ഞിട്ട് ഫെൽറ്റ് ലൈക്ക്. ഐ ഫെൽറ്റ് ലൈക്ക്. കളിക്കുക, പ്ലേ എന്ന് മാത്രം ഇതേപോലെ ing വരണം. ഐ ഫെൽറ്റ് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. ഐ ലൈക്ക് ഫുട്ബോൾ. ഐ ഫെൽറ്റ് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. എവിടെയാണ്? ഇൻ ദ പാർക്ക്. പാർക്കിൽ. ഓക്കെ, എപ്പോൾ? ഇന്ന് രാവിലെ. ദിസ് മോർണിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെൻറ്റൻസിനെ നമുക്ക് വോണ്ട് ടു ഉപയോഗിച്ച് എഴുതാൻ കഴിയും. ഇങ്ങനെ ഐ വോണ്ടഡ് ടു പാസ്റ്റ് ഫോം അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കണം ഐ വോണ്ടഡ് ഉപയോഗിക്കണം. ഐ വോണ്ടഡ് ടു പ്ലേ ഫുട്ബോൾ ഇൻ ദ പാർക്ക് ദിസ് മോർണിംഗ്. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് എഴുതണം? നെഗറ്റീവ് എഴുതണം. എഴുതാം, സിമ്പിളാണ്. നെഗറ്റീവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പാസ്റ്റ് ആണ് അല്ലേ? ഫെൽറ്റ് അല്ലേ? പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. ക്ലിയർ? പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിഡ് ഉപയോഗിക്കണം. പ്രസന്റ് ആണെങ്കിലോ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കാം.
ഡു പ്ലൂറൽ ഫോമിൻ്റെ കൂടെ, ഡസ് സിംഗിൾ ഫോമിൻ്റെ കൂടെ. അതുപോലെ ഡിഡ് ആണെങ്കിലോ, ഡിഡ് ഉപയോഗിക്കും നമ്മൾ എപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ, സെൻറ്റൻസ് പാസ്റ്റ് ആണെങ്കിൽ. ഇത് കളിക്കാൻ തോന്നിയിരുന്നു പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും ഇവിടെ? ഞാൻ ഉപയോഗിക്കും ഡിഡ്. ഐ ഡിഡിൻറ്റ്. അതാണ് ഐ ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫെൽറ്റ് ഉപയോഗിക്കരുത്, അവിടെ ഫീലാണ് ഉപയോഗിക്കേണ്ടത്. എന്ത് കാരണം അറിയോ? അതിൻ്റെ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എപ്പോഴും ഡു, ഡസ് ആൻഡ് ഡിഡ് ഈ 3 വേർഡിൻ്റെയും കൂടെ എപ്പോഴും വെർബ് ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. അപ്പോൾ എന്തായി? ഐ ഡിഡൻറ്റ് ഫീൽ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ പാർക്ക് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്ക് പാർക്കിൽ ഫുട്ബോൾ കളിക്കാൻ തോന്നിയിരുന്നില്ല എന്നായി. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ. അടുത്താണ്, നിനക്ക് ഇപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ? അത് ചോദ്യമാണ്. നിനക്ക് ഇപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ എന്നായി. പ്രസൻ്റ് ആണല്ലോ. പ്രസൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചോദ്യമാണെങ്കിൽ നമ്മൾ ഡൂഡസ് ഉപയോഗിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഡു ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് നിനക്കല്ലേ ഡു യു. ഓക്കെ, ഡു യു. അത് കഴിഞ്ഞിട്ട് ഫീൽ ലൈക്ക്. ഡു യു ഫീൽ ലൈക്ക്, ഡു യു ഫീൽ ലൈക്ക്, ഡു യു ഫീൽ ലൈക്ക് കളിക്കുക, പ്ലേ. അതായത് മാത്രം ഇതേപോലെ ഐ എൻ ജി വന്നിരിക്കണം. അപ്പോൾ എന്തായി? ഡു യു ഫീൽ ലൈക്ക് പ്ലേയിങ്, ഡു യു ഫീൽ ലൈക്ക് പ്ലേയിങ്. നിനക്കിപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ? എപ്പോൾ? നൗ, ഇപ്പോൾ. ഉണ്ടോ? അപ്പോൾ എന്തായി? ചോദ്യമായി. നിനക്കിപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ? ഇനി പറയണം അവൻക്ക് ഇപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ? അവൻക്ക്. അപ്പോൾ അവൻക്കാകുമ്പോഴോ ഡു അല്ല ഉപയോഗിക്കുക, അവിടെ നമ്മൾ ഡസ് ഉപയോഗിക്കണം. കാരണം സിംഗുലർ ആണ് അല്ലേ? യുവിന് പകരം ഹി വരണം. അപ്പോൾ എന്തായി? അവൻക്ക് ഇപ്പോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ? ഡസ് ഹി ഫീൽ ലൈക്ക് പ്ലേയിങ്, ഡസ് ഹി ഫീൽ ലൈക്ക് പ്ലേയിങ് നൗ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ്, നിനക്ക് ഇന്നലെ ഇവിടെ വരാൻ തോന്നിയിരുന്നോ? പാസ്റ്റാണ്. നിനക്ക് ഇന്നലെ ഇവിടെ വരാൻ തോന്നിയിരുന്നോ? അപ്പോൾ ചോദ്യമാണല്ലോ, നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിക്കണം. ഓക്കെ, പാസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഡിഡ് ഉപയോഗിച്ചു. ഡിഡ് യു, ഡിഡ് യു നമ്മൾ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് ഫീൽ ലൈക്ക്. ഡിഡ് യു ഫീൽ ലൈക്ക്, ഡിഡ് യു ഫീൽ ലൈക്ക് വരിക എന്ന് പറയാം. വരിക, കം. കം മാത്രം ഇതേപോലെ അതിൻ്റെ ഐ എൻ ജി വരണം. ഓക്കെ, കമ്മിങ്. അപ്പോൾ എന്തായി? ഡിഡ് യു ഫീൽ ലൈക്ക് കമ്മിങ് ഹിയർ? എപ്പോൾ? ഇന്നലെ അല്ലേ? ഇന്നലെ, യെസ്റ്റർഡേ. നമ്മൾ എഴുതി യെസ്റ്റർഡേ, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എന്തായി? ഡിഡ് യു ഫീൽ ലൈക്ക് കമ്മിങ് ഹിയർ യെസ്റ്റർഡേ? ഇന്നലെ നിനക്ക് ഇവിടെ വരാൻ തോന്നിയിരുന്നു. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.